പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഇന്ത്യയുടെ നടപടിയെ ശക്തമായി അപലപിക്കുകയും പാകിസ്ഥാനെതിരെ നിർണായക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയുടെ നിലവിലുള്ള പ്രശ്നവും പ്രാദേശിക സുരക്ഷയെ ബാധിക്കുന്ന പ്രത്യാഘാതങ്ങളും പരിഹരിക്കുന്നതിനാണ് നടപടികൾ ലക്ഷ്യമിടുന്നത്. 1960 സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെച്ചു. അട്ടാരിയിലെ സംയോജിത ചെക്ക് പോസ്റ്റും അടച്ചു. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാൻ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദമുണ്ടാകില്ല. പാകിസ്ഥാൻ പൗരന്മാർക്ക് മുമ്പ് നൽകിയിട്ടുള്ള ഏതൊരു SVES വിസയും റദ്ദാക്കപ്പെട്ടതായി കണക്കാക്കും. കൂടാതെ നിലവിൽ ഇന്ത്യയിൽ SVES വിസയിലുള്ളവർക്ക് രാജ്യം വിടാൻ 48 മണിക്കൂർ സമയമുണ്ടാകും. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ നാവിക വ്യോമ ഉപദേഷ്ടാക്കളെ പേഴ്സണ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ ഇന്ത്യ വിടേണ്ടി വരും. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഇന്ത്യ പ്രതിരോധ നാവിക വ്യോമ ഉപദേഷ്ടാക്കളെ പിൻവലിക്കും. ഹൈക്കമ്മീഷനുകളുടെ ആകെ സ്റ്റാഫുകളുടെ എണ്ണം 55-ൽ നിന്നും 30 കുറയ്ക്കും. 2 ഹൈക്കമ്മീഷനുകളിൽ നിന്നുള്ള 5 സപ്പോർട്ട് സ്റ്റാഫുകളെയും പിൻവലിക്കും. ഇതിനു പിന്നാലെ പാകിസ്ഥാന്റെ പ്രതികരണവുമുണ്ടായി. ഇന്ത്യയുടെ നടപടി അപക്വമാണെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന ഒരു തെളിവും ഇന്ത്യ നൽകിയിട്ടില്ല. ഉചിതമായ മറുപടി നൽകുമെന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിന്റെ പ്രതികരണം. കറാച്ചി തീരത്തിന് സമീപം മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ പാകിസ്ഥാൻ തീരത്തിന് സമീപം നാവികാഭ്യാസവും പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയതായിട്ടാണ് റിപ്പോർട്ട്. മാത്രമല്ല, പാകിസ്ഥാനിലെ ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാറിച്ചിനോട് രാജ്യം വിടാൻ ഇന്ത്യ ഉത്തരവിട്ടു. അദ്ദേഹം സ്വീകാര്യനല്ലാത്തതിനാൽ ഇന്ത്യ വിടാൻ നോട്ടീസ് അയച്ചു. സ്വീകാര്യനല്ലെന്ന് പ്രഖ്യാപിച്ച പാകിസ്ഥാൻ സൈനിക ഉപദേഷ്ടാക്കൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഈ നടപടികൾ പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ നിലപാടിലെ മാറ്റത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ തീവ്രവാദത്തിനെതിരെ മൂർത്തമായ നടപടികൾ തന്നെ ഇന്ത്യ സ്വീകരിക്കും. സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതും അട്ടാരി അതിർത്തി കടന്നുള്ള സ്ഥലം അടച്ചതും ഗണ്യമായ സാമ്പത്തിക നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ പ്രതികരണം അടിവരയിടുന്നത്. നടപടികൾ വരും മാസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് നിലവിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ.